മാത്യു കുഴൽനാടൻ കെ.സി. വേണുഗോപാലുമായി കൂടിക്കാഴ്ച നടത്തി. മുഖ്യമന്ത്രി ചർച്ചകൾ കേരളത്തിൽ സജീവമായിരിക്കുന്ന വേളയിലാണ് മാത്യു കുഴൽനാടൻ ഡൽഹിയിലെ കെ.സി. വേണുഗോപാലിന്റെ വസതിയിലെത്തി ചർച്ച നടത്തിയത്. വിഷ്ണു പ്രസാദ് വിവരങ്ങളുമായി. വിഷ്ണു, സാധാരണഗതിയിൽ മാത്യു കുഴൽനാടൻ കെ.സിയെ കാണുന്നതിൽ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല, സ്വാഭാവികമാണ്. പക്ഷേ ഈ സമയത്ത് ഒരു കൂടിക്കാഴ്ചയും അങ്ങനെ വെറുതെയാകും എന്ന് കരുതാൻ വയ്യല്ലോ. എത്ര നേരം നീണ്ടു കൂടിക്കാഴ്ച? എന്താണ് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാത്യു പറഞ്ഞത്? ശ്രീജ, 1.5 മണിക്കൂർ നേരമാണ് കൂടിക്കാഴ്ച നടന്നിട്ടുണ്ടായിരുന്നത്. ഇതുവരെയും മാത്യു കുഴൽനാടൻ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളെ കാണാൻ തയ്യാറായിട്ടില്ല എന്നതാണ് വസ്തുത. കാരണം നമ്മളെല്ലാവരും മാത്യു കുഴൽനാടൻ കെ.സി. വേണുഗോപാലിന്റെ വസതിയിൽ എത്തിയപ്പോൾ തന്നെ മാധ്യമങ്ങളെല്ലാം കെ.സി. വേണുഗോപാലിന്റെ വസതിക്ക് മുൻപിലുണ്ട്. ശേഷം കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാത്യു കുഴൽനാടൻ കെ.സി. വേണുഗോപാലിന്റെ വസതിയുടെ പിൻഗേറ്റ് വഴിയാണ് ഇവിടെ നിന്ന് മടങ്ങിയത്. മാത്രമല്ല, കേരള ഹൗസിൽ അദ്ദേഹം തിരിച്ചെത്തിയപ്പോൾ അവിടെയും മാധ്യമപ്രവർത്തകർ പ്രതികരണത്തിന് ശ്രമിച്ചിരുന്നു. പക്ഷേ പ്രതികരിക്കുന്നില്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. എന്തായാലും സംസ്ഥാനത്ത് മുഖ്യമന്ത്രി ആരാകണമെന്നത് ചൊല്ലിയുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെയാണ് മാത്യു കുഴൽനാടൻ ഡൽഹിയിലെത്തി കെ.സി. വേണുഗോപാലുമായി കൂടിക്കാഴ്ച നടത്തിയത്. മുഖ്യമന്ത്രി സ്ഥാനം മാത്രമല്ല, മന്ത്രിസ്ഥാനങ്ങൾ സംബന്ധിച്ചുമുള്ള ചർച്ചകൾക്ക് കോൺഗ്രസിൽ ഇതിനോടകം തന്നെ തുടക്കമായിട്ടുണ്ട്. എന്തായാലും ഈ ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെ കെ.സി. വേണുഗോപാലുമായി മാത്യു കുഴൽനാടൻ കൂടിക്കാഴ്ച നടത്തുമ്പോൾ പ്രധാനമായും ഇപ്പോൾ KPCC നേതൃത്വം പരസ്യ പ്രതികരണങ്ങളും പരസ്യമായിട്ടുള്ള പ്രചാരണങ്ങളും മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള പ്രചാരണങ്ങളും അവസാനിപ്പിക്കാൻ നേതാക്കൾക്ക് കർശന നിർദ്ദേശം നൽകിയിരുന്നു. പക്ഷേ ഉൾത്തട്ടിൽ പാർട്ടിയുടെ ഉള്ളിൽ തന്നെ ഇത്തരത്തിലുള്ള ചർച്ചകൾ സജീവമായി തുടരുന്നുണ്ട് എന്നതിൻ്റെ കൂടി ഒരു ലക്ഷണമായി നമുക്ക് വേണമെങ്കിൽ ഈ സന്ദർശനത്തെ വ്യാഖ്യാനിക്കുകയും ചെയ്യാം. കാരണം കെ.സി. വേണുഗോപാലിനെ പിന്തുണയ്ക്കുന്ന നേതാക്കളിൽ ഒരാളാണ് മാത്യു കുഴൽനാടൻ. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഈ ഒരു സന്ദർശനത്തിന് ശേഷം എന്താണ് സന്ദർശനത്തിൻ്റെ ലക്ഷ്യമെന്നോ എന്താണ് ചർച്ച ചെയ്തത് എന്നോ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഇപ്പോഴും പുറത്തുവിടാനോ മാധ്യമങ്ങളുമായി പങ്കുവയ്ക്കാനോ മാത്യു കുഴൽനാടൻ തയ്യാറായിട്ടില്ല. എന്തായാലും അല്പസമയത്തിനകം കെ.സി. വേണുഗോപാൽ അദ്ദേഹത്തിൻ്റെ വസതിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങും. അദ്ദേഹത്തോടുള്ള ഒരു പ്രതികരണം നമുക്ക് ആരായാൻ ശ്രമിക്കാം. എന്തായാലും അതിലും പ്രതികരിക്കുമോ എന്നറിയില്ല. എന്നിരുന്നാൽ തന്നെയും അദ്ദേഹത്തെ കാണാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. ശ്രീജ. ശരി, വിഷ്ണു പ്രസാദാണ് വിവരങ്ങൾ നൽകിയത്. ഡൽഹിയിൽ മാത്യു കുഴൽനാടൻ ഡൽഹിയിലെത്തി കെ.സി. വേണുഗോപാലിനെ കണ്ടു. അത് വെറും ഒരു സൗഹൃദ സന്ദർശനമല്ല, 1.5 മണിക്കൂറിലേറെ നീണ്ട ഒരു കൂടിക്കാഴ്ച എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും എന്താണ് സംസാരിച്ചത്? പ്രത്യേകിച്ച് ഓരോ കേരളത്തിലെ പ്രധാനപ്പെട്ട കോൺഗ്രസിന്റെ 3 മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികൾ എന്ന് പറഞ്ഞുകൂടാ, മുഖ്യമന്ത്രി താല്പര്യങ്ങളായ 3 പേരുകൾക്ക് വേണ്ടിയുമുള്ള ക്യാമ്പയിനിങ് പല വിധത്തിലും നടക്കുന്ന സാഹചര്യത്തിൽ ഈ കൂടിക്കാഴ്ചയ്ക്കും വാർത്താ പ്രാധാന്യം ഏറെയാണ്.